ഇതാണ് ജോവാന. എൻ്റെ അയൽപക്കംകാരിയായിരുന്നു കേട്ടോ. ഈ അടുത്താണ് പുള്ളിക്കാരി ഇവിടുന്ന് താമസം മാറിയത്. പുതിയ ഫ്ലാറ്റിൻ്റെ കീ കിട്ടിയപ്പോൾ പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് ചെയ്ത്, അർച്ചന, എനിക്ക് ഫ്ലാറ്റിൻ്റെ കീ കിട്ടി, നിങ്ങളെ എൻ്റെ ന്യൂ ഫ്ലാറ്റിലെ ഫസ്റ്റ് ഗസ്റ്റായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യട്ടെ എന്ന്. എന്നാൽ പിന്നെ ശരിയെന്ന് ഞാനും പറഞ്ഞു. എങ്ങനെ എനിക്കും ടെറൻസിനും ഒരുമിച്ച് ഓഫുള്ള ഒരു ദിവസം ഫിക്സ് ചെയ്ത് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പുള്ളിക്കാരിനെ കാണാനുള്ള പോക്കാണ് കേട്ടോ ഇത്. പോകുന്ന വഴിക്ക് ചെറിയൊരു ഗിഫ്റ്റും ഒരു കാർഡും വാങ്ങി നേരെ വിട്ടുപിടിച്ചു. ജോവാന എന്നാണ് നെയിമെങ്കിലും പുള്ളിക്കാരിയുടെ നെക്ക് നെയിം ആശ എന്നാണ് കേട്ടോ. ഇന്ത്യൻ പേരുമായിട്ടൊരു സാമ്യമുള്ളത് കൊണ്ട് തന്നെ ആ പേരാണ് എനിക്ക് വിളിക്കാനിഷ്ടം. സത്യം പറഞ്ഞാൽ അധികം ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടാക്കാതെ ഞാനും എൻ്റെ കുടുംബവുമായിട്ട് ഒതുങ്ങി ജീവിച്ചു പോകുന്ന ആളാണ് ഞാനെങ്കിൽ, വഴിയെ പോകുന്ന എല്ലാ മനുഷ്യരോടും ഹായ് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ച് ഇടിച്ചു കയറി മിണ്ടുന്ന ജസ്പറാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് തുടക്കം കുറിച്ചത്. ഒരു സമ്മർ കാലത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വെയിൽ കൊള്ളാൻ ഗാർഡനിൽ വന്നിരിക്കുമ്പോൾ ജസ്പറും ഹനാനിയും പുള്ളിക്കാരിയോട് കുശലാന്വേഷണം നടത്തി. പിന്നെ ആ സംസാരത്തിൻ്റെ ഭാഗമാകേണ്ടി വന്നതാണ് എനിക്ക്. പക്ഷേ പതിയെ ഞങ്ങൾ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി, നമ്പർ കൈമാറി, മെസ്സേജ് ചെയ്യാൻ തുടങ്ങി, ഫുഡ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പോലും അറിയാതെ ജോവാന എന്ന പോളണ്ടുകാരി എൻ്റെ ഫ്രണ്ടായി മാറി. വീടൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ തൊട്ടടുത്ത ബീച്ചിലേക്ക് നടക്കാൻ പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരങ്ങളിൽ ബീച്ച് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. തണുപ്പ് സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ ബീച്ചിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാൻഡിൽ കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ജസ്പറിനും ഹനാനിക്കും ഉണ്ടായി. കുറേ പിക്ചറെല്ലാം എടുത്ത് കുറേ സംസാരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. നാളെ ടെറൻസിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ മെല്ലെ യാത്ര പറഞ്ഞ് പിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ